എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 1-ാം തീയതി ഇന്ന് OTT റിലീസായതും ഇനി റിലീസാവാൻ പോകുന്ന മൊഴിമുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രേക്ഷകരുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ബാൾട്ടിയുടെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് കഥ നടക്കുന്നത്. കബഡിക്കളിയും ഗുണ്ടാസംഘങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട കഥയാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഷെയ്ൻ നിഗം, ശാന്തനു ഭാഗ്യരാജ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ബാൾട്ടി. നവാഗതനായ ഉണ്ണി ശിവലിംഗം തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സോണി ലിവ് ആണ്. ജൂലൈ മാസം 10-ാം തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാളം മൂവി അന്തർ ദ മാൻ. ഹരിശ്രീ അശോകൻ, ബാബു അന്നൂർ, അനുമോൾ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. അനാഥരും ട്രാൻസ്ജെൻഡറുകളും ദരിദ്രരും അടങ്ങുന്ന സമൂഹം മാറ്റി നിർത്തിയ ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന കോളനിയിലാണ് കഥ നടക്കുന്നത്. ശിവകുമാർ കങ്കോൽ സംവിധാനം ചെയ്ത ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവി മനോരമ മാക്സിലൂടെ അടുത്ത ആഴ്ച സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു മലയാളം മൂവിയാണ് കറക്കം. ശ്രീനാഥ് ബാസി, ഫെമിന ജോർജ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത ഒരു മ്യൂസിക്കൽ ഹൊറർ കോമഡി ചിത്രമാണ് കറക്കം. ഒരു ലോഡ്ജിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഒരു ന്യൂ ഇയർ പാർട്ടിയിലുണ്ടാകുന്ന അടിപിടിക്ക് ശേഷം ധനുഷും കാജായും ചേർന്ന് പേടിച്ചോടുന്നത് തൊട്ടടുത്തുള്ള ഒരു പള്ളി സെമിത്തേരിയിലേക്കാണ്. മദ്യലഹരിയിൽ ഇവർ 5 കുരിശുകൾ മണ്ണിൽ നിന്ന് വലിച്ചൂരുന്നു. ഇതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. സോണി ലിവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നാളെ രാത്രി 12 മണിക്ക് ശേഷം മലയാളം, തമിഴ്, തെലുങ്കു, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം സസ്പെൻസ് ത്രില്ലർ ചിത്രമാണ് തീ പുകാച്ചാരം. ഷിയാസ് ജാസ് സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ ദുരൂഹമായ മരണവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. മനോരമ മാക്സ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തിട്ടിട്ടുണ്ട്. അടുത്തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു കന്നഡ ഇൻവെസ്റ്റിഗേറ്റീവ് സസ്പെൻസ് ത്രില്ലർ ചിത്രമാണ് സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. വിജയ് രാഘവേന്ദ്ര പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ദേവി പ്രസാദ് ഷെട്ടിയാണ്. അനേഗഡ്ഡെ എന്ന ശാന്തമായ നഗരത്തെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ക്രൂരനായ ഒരു സൈക്കോ സീരിയൽ കില്ലർ കൊലപാതകങ്ങൾ നടത്തും. ഈ കൊലപാതകയെ കണ്ടെത്താൻ സീതാറാം എന്ന പോലീസ് ഇൻസ്പെക്ടർ നടത്തുന്ന അന്വേഷണവുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഹിന്ദി, തമിഴ് ഭാഷകളിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവി ഇപ്പോൾ ലയൺസ്ഗേറ്റ് പ്ലേയിലൂടെ ജൂലൈ മാസം 3 മുതൽ ഹിന്ദി, തമിഴ്, കന്നഡ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാളം മൂവി മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായക്കാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. നെസ്ലിൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ സിനിമ ഒരു സൈക്കോളജിക്കൽ ഡാർക്ക് കോമഡി ചിത്രമാണ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയിൽ നെസ്ലിനെ കൂടാതെ ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, ഗോപിക രമേശ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് എന്നിങ്ങനെ ഒരു വലിയ താരത്തെ തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. നാളെ രാത്രി 12 മണിക്ക് ശേഷം മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്കു മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ് വീരഭദ്രുനി രഹസ്യം. അന്ധവിശ്വാസങ്ങളും ഭയവും നിറഞ്ഞൊരു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. ആ ഗ്രാമത്തിലെ ക്ഷേത്രമണി മുഴങ്ങുമ്പോഴെല്ലാം അവിടെ ദുരൂഹമായ കൊലപാതകങ്ങൾ നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. 60 എപ്പിസോഡുള്ള ഈ സീരീസ് ജൂലൈ മാസം 3 മുതൽ C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ജാപ്പനീസ് സയൻസ് ഫിക്ഷൻ ക്രൈം ത്രില്ലർ സീരീസ് ആണ് ഹ്യൂമൻ വേപ്പർ. ഒരു മനുഷ്യന് വാതകമായി മാറാൻ ശക്തി ലഭിക്കുന്നതും തുടർന്നുണ്ടാകുന്ന ഭീതിജനകമായ സംഭവങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. ആകെ 8 എപ്പിസോഡുള്ള ഈ സീരീസ് ജാപ്പനീസ് കൂടാതെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം വെബ് സീരീസ് ആണ് മുത്തശ്ശി. പുരാതനമായ ആചാരങ്ങളും ശാപങ്ങളും നിറഞ്ഞ ഈ ഗ്രാമത്തിൽ അമാനുഷിക ശക്തികളുടെ പിടിയിലാകപ്പെടുന്ന മകനെ രക്ഷിക്കാനുള്ള ഒരു അമ്മയുടെ പോരാട്ടമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. ഈ മലയാളം ഒറിജിനൽ ഹൊറർ മിസ്റ്ററി വെബ് സീരീസ് C5 ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഒബ്സഷൻ. ഈ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയുടെ ബഡ്ജറ്റ് 6.5 കോടി മുതൽ 7.5 കോടിക്കുള്ളിലാണ്. എന്നാൽ ഈ മൂവി ഇന്ത്യയിൽ നിന്നും കളക്ട് ചെയ്തത് 70 കോടിയും. എന്നാൽ ലോകമെമ്പാടും വലിയ തരംഗം സൃഷ്ടിച്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 1600 കോടിക്കും 2000 കോടിക്കുള്ളിലാണ്. ഈ മൂവി തിയേറ്ററുകളിൽ സെൻസർ ചെയ്ത പതിപ്പാണ് പ്രദർശിപ്പിച്ചതെങ്കിൽ OTTയിൽ ചിത്രത്തിന്റെ കട്ട് ചെയ്യാത്ത അൺകട്ട് അൺസെൻസേർഡ് പതിപ്പായിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തുക. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്കു, തമിഴ് എന്നീ ഭാഷകളിൽ റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്ന ഒരു മൂവിയാണ് ദ ലാസ്റ്റ് ഹൗസ്. ഒരു ഹൊറർ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ചിത്രമായ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ലൂയിസ് ലെറ്ററിയർ ആണ്. ഒരു കുടുംബം ഒരു ദിവസം രാവിലെ ഉണരുമ്പോൾ തങ്ങളുടെ വീടിന്റെ വാതിലുകളും ജനലുകളും പൂർണ്ണമായി അടഞ്ഞുപോയതായി കാണുകയും ഒരു അത്ഭുത ശക്തിയാണ് അവരെ വീടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്നതെന്നും വാതിലുകളും ജനലുകളും അവർക്ക് തകർക്കാൻ പറ്റാത്ത രീതിയിലാണ് തങ്ങളുടെ വീടിന് മാത്രമല്ല ലോകം മുഴുവൻ സംഭവിച്ചൊരു ആഗോള പ്രതിസന്ധിയാണെന്ന് അവർ തിരിച്ചറിയുകയും ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഓഗസ്റ്റ് മാസം 7 മുതൽ ഈ മൂവി നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അത് മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ ദി ബോയ് എന്ന ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേഷനാണ്. ആവേശം, രോമാഞ്ചം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ജിത്തു മാധവനാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഈ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ഒരമ്മയും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് C കേരളവുമാണ്. ഓഗസ്റ്റ് മാസം പകുതിയോടെയാണ് ഈ മൂവിയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നത്.